ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ രാവിലത്തെ കാപ്പിക്കും ഉച്ചയ്ക്ക് ചോറിനും എല്ലാം ഒരുപോലെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും ഓഫീസിൽ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് വീഡിയോ കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ഇന്ന് ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മസൂർ ദാൾ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു 5 മിനിറ്റ് ഞാൻ ഈ ദാളൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഒരുപാട് നേരം ഒന്നും ഇടണ്ട, ഒരു 5 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ ഇട്ടേക്കാം. അതിനുശേഷം 3-4 വെള്ളം നല്ലതുപോലെ കഴുകി എടുക്കാം. ഇനി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളകുണ്ട്, ഒരു 3-4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിയില ഓപ്ഷനിലാണ്, പക്ഷേ ചേർത്ത് കൊടുത്താൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ മല്ലിയില കിട്ടുവാണെങ്കിൽ കഴിവതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ ആ കഴിവെടുത്തതാൾ ഞാൻ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി എടുക്കുമ്പോൾ കുറച്ച് അധികം എടുക്കുക കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അല്ലാതുള്ള പൊടികളൊന്നും നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം അധികം ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ ഈ ദാളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ട് വേണം വേവിക്കാൻ വെക്കാൻ. ഇനി നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിലടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ദാൽ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായി വന്നപ്പോൾ അതിനകത്തേക്ക് കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ചെറിയ ജീരകം കടുകും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കുറച്ചെടുത്താൽ മതി. 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ പൊടികളെല്ലാം എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം വെച്ചേക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികൾ കരിഞ്ഞു പോകും. ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് നല്ലൊരു മണം കിട്ടും. അപ്പം ഇത് പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ ദാൽ അതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. നമ്മൾ മീൻ കറിയൊക്കെ ഇല്ലാത്ത ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അതുപോലെ തന്നെ രാവിലെ കുട്ടികൾക്ക് കൊടുത്തു വിടാനും അതുപോലെ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ വെച്ചുകൊണ്ട് പോകാൻ പറ്റിയ നല്ലൊരു കറിയാണ്. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ജോലി കുറച്ചുകൂടെ എളുപ്പമായി ഈ ഒരു കറി വെച്ചാൽ. അതുപോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഇതേ ഒരു റെസിപ്പിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇത് അടുപ്പിനകത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് ഈ കറി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് കുറുകി വരുന്നൊരു കറിയാണ് കേട്ടോ. അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. അപ്പം നമ്മുടെ നല്ല കൊഴുത്ത പരിപ്പ് കറി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കാപ്പിക്കോ ചോറിനോ എന്തിനു വേണമെങ്കിലും കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.